ഈ പാട്ടുകളൊക്കെ പിന്നീട് കേൾക്കുമ്പോഴേ ഇത് നന്നാക്കാമായിരുന്നു, അല്ലെങ്കിൽ ഇവിടെ ഈ വാക്ക് വേണ്ടായിരുന്നു എന്നൊക്കെ തോന്നിയ സിറ്റുവേഷൻസ് എപ്പോഴും ഉണ്ടായിട്ടുണ്ട്? തോന്നും. അതുകൊണ്ട് പലപ്പോഴും വീണ്ടും കേൾക്കുന്ന ഒഴിവാക്കും. എനിക്ക് പൊതുവേ എഴുതുന്ന സമയത്ത് തന്നെ നമ്മൾ ഒരുപാട് തവണ കേൾക്കുമല്ലോ. ട്യൂൺ ഇട്ടിട്ട് എഴുതുമ്പോൾ കുറേ തവണ കേൾക്കും. പിന്നെ എഴുതി കഴിഞ്ഞ് ട്രാക്കായിട്ട് ഒരു സിംഗർ പാടിക്കഴിഞ്ഞാൽ അത് കുറേ കേൾക്കും. പിന്നെ ഫൈനൽ സിംഗർ പാടിയതിനു ശേഷം മറ്റേ മിക്സിൽ പ്രീ മിക്സ്, അത് കഴിഞ്ഞുള്ള മാസ്റ്റർ എല്ലാം കേട്ട് കേട്ട് കുറേ തവണ കേട്ട് കഴിഞ്ഞു. പിന്നെ ഇറങ്ങിക്കഴിഞ്ഞ് പിന്നെ അധികം കേൾക്കാറില്ല. എനിക്ക് എന്തോ ബുദ്ധിമുട്ടാണ് അത് നമ്മുടെ സംഭവം. കേൾക്കാൻ. അതുപോലെ ഞാൻ സംസാരിക്കുന്നത് എനിക്ക് മറ്റേ ഇങ്ങനത്തെ ഇന്റർവ്യൂസിലൊക്കെ സംസാരിക്കുന്നത് പിന്നെ എനിക്ക് കേൾക്കാൻ പറ്റില്ല. അപ്പൊ ഇത് കാണില്ലല്ലേ എപ്പിസോഡ്? കാണില്ല കാണില്ല. ഒരു പാട്ട് എഴുതുന്ന ആ മൊമെന്റിലെ കാര്യമില്ല. അന്നത്തെ മൂഡ് എന്താണ്, ആ സമയത്ത് ഇവർ തരുന്ന ബ്രീഫ് എന്താണ്, നമ്മൾ അതിന് തൊട്ട് മുമ്പ് കേട്ട് ഇൻസ്പയർഡ് ആയി നിൽക്കുന്ന വർക്ക്സ് ഏതൊക്കെയാണ്, അങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് അന്ന് എന്ത് എഴുതുന്നു ആ പാട്ടിൽ എന്നുള്ളതിൽ പങ്കുവഹിക്കുന്നതാണ്. അതേ സിറ്റുവേഷനും പാട്ടും കൊണ്ട് അടുത്ത ആഴ്ചയാണ് വരുന്നതെങ്കിൽ വേറെ ആയിരിക്കും നമ്മൾ എഴുതുക. അപ്പോൾ എന്തോ അന്നത്തെ ഒരു നിയോഗം പോലെയാണ്, നിമിത്തം പോലെയാണ് ആ പാട്ട് ശരിയാണ്, ഫോമായി ശരിയാണ്. വരുന്നത്. വെരി ട്രൂ. ഒരു ഇനി വർക്ക് ചെയ്യണം എന്ന് ആഗ്രഹമുള്ള ഡയറക്ടർ അല്ലെങ്കിൽ മ്യൂസിക് ഡയറക്ടർ അങ്ങനെയൊക്കെ ആരെങ്കിലും? ഒരുപാട് ഒരുപാട് പേരുണ്ട്. കുറേ ലെജൻഡറി മ്യൂസിക് ഡയറക്ടേഴ്സും ഉണ്ട്. ഇപ്പോഴത്തെ ഒരു ഫോക്കസ് എന്ന് പറഞ്ഞാൽ കിട്ടുന്നത് ഭംഗിയായിട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. റെപ്പറ്റേറ്റീവ് ആവാതിരിക്കുക, റിപ്പീറ്റഡ് സിറ്റുവേഷൻസ് ഒന്നും കിട്ടാതിരിക്കുക. എല്ലാത്തരം പാട്ടുകളും ഇപ്പോൾ അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആക്ച്വലി ഇപ്പോൾ 2019 നമ്മുടെ മിന്നി മിന്നിയും ആരാധികയും പവിഴമഴയൊക്കെ വന്നപ്പോൾ ഈ കോവിഡ് സമയത്ത് ഒരു ബ്രേക്ക് വന്നല്ലോ. ഡിഫറെന്റ് വെറൈറ്റീസ് ഓഫ് ലവ് അല്ലേ? വെറൈറ്റീസ് ഓഫ് ലവ്. എന്നാൽ പോലും കോവിഡ് സമയത്ത് ഒരു ബ്രേക്ക് വന്നപ്പോൾ ഈ ക്ലബ് ഹൗസ് എന്നൊക്കെ പരിപാടി ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ എല്ലാവരും മറ്റേ ലവ് സോങ് എഴുതുന്ന ലിറിസിസ്റ്റ് എന്ന രീതിക്ക് പറഞ്ഞു. അപ്പോൾ ഞാൻ ഈശ്വര ലവ് സോങ് എഴുതുന്ന, പിന്നെ കുറേ ലവ് സോങ്സ് വന്നു. അപ്പോൾ ഇപ്പോൾ ഭാഗ്യത്തിന് മറ്റേ രോമാഞ്ചമൊക്കെ വന്നതിന് ശേഷം അങ്ങനെയൊന്നും ഇല്ല. ഇപ്പം ലവ് എല്ലാം സോങ്സ് എഴുതാൻ ഇഷ്ടമുണ്ടോ? അല്ലെങ്കിൽ ലൈക്ക് അങ്ങനെ ഏതെങ്കിലും ഒരു ജോണറിനോട് ഒരു പ്രത്യേക താല്പര്യമൊക്കെ ഇല്ല. തോന്നിയിട്ടുണ്ടോ? എനിക്ക് അടുപ്പിച്ചൊരു സെയിം ജോണറിൽ 5 പാട്ട് എഴുതുമ്പോൾ മടുപ്പാവും. അപ്പോൾ മടുപ്പാവും. അങ്ങനെ മിക്സ് ചെയ്ത് വരുമ്പോൾ ഭയങ്കര രസമുണ്ട്. ഇപ്പം അങ്ങനെ മിക്സ് ചെയ്ത് ഇപ്പോൾ കണ്ണൂർ സ്ക്വാഡിൻ്റെ പോലെ അല്ല, ഇപ്പോൾ നെയ്മറിലെ അല്ലെങ്കിൽ അങ്ങനെ മിക്സ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ ഭയങ്കര ഫണ്ണാണ്. കൂടുതലും ആക്ച്വലി സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത് ശരിക്കും മലയാളത്തിൽ എഴുതാൻ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ജോണേഴ്സ് എഴുതി ക്രാക്ക് ചെയ്യും. ഫണ്ണി സോങ്സ്, രോമാഞ്ചത്തിലെ പോലത്തെ പാട്ടുകളൊക്കെ എഴുതുമ്പോഴാണ് കൂടുതലൊരു സാറ്റിസ്ഫാക്ഷൻ. കാരണം എപ്പോഴും കിട്ടുന്നൊരു സാധനമല്ലല്ലോ, ഡിഫറെൻ്റ് ആയിട്ടുള്ള സാധനമാണ്. പക്ഷെ ക്യാച്ചി ആയിരിക്കണം, എന്തൊക്കെ ക്യാച്ചി കാര്യങ്ങള് ആയിരിക്കണം. ചിന്തിക്കണം, സിമ്പിൾ ആയിരിക്കണം. അതെ അതെ, വളരെ തമിഴിലൊക്കെ ഈസിയാണ്, മലയാളത്തിൽ ക്രാക്ക് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷം. പക്ഷെ നമ്മൾ ഇവൻച്വലി നമുക്ക് ലാസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലവ് സോങ്സ് ഭയങ്കര ഇമ്പോർട്ടൻറ്റും അങ്ങനെയും വേണം. ആ ഒരു ഇമോഷൻ എന്നും എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു ഇമോഷൻ ആണല്ലോ. മറ്റേത് ഇൻസ്റ്റന്റ് ഹിറ്റ്സ് ആകുമ്പോൾ ലവ് സോങ്സ് കുറെ കൂടി എവർ ലാസ്റ്റിംഗ് ആയിരിക്കും. ഇനി രണ്ടും വേണം. തിരിച്ച് കീബോർഡ് പ്ലേയിങ്ങും മ്യൂസിക് ഡയറക്ഷൻ എന്നൊരു ആഗ്രഹം ഉണ്ടല്ലോ, കീബോർഡും വായിക്കും. അപ്പൊ എന്തെങ്കിലും അത് ട്രൈ ചെയ്തോടെ, ഒരു സിംഗിളെങ്കിലും? ഇല്ല, അടച്ചുപൂട്ടിയ അധ്യായമാണ് അത്. മൊത്തത്തിൽ അടച്ചുപൂട്ടി. അല്ല, അതിൻ്റെ ഒരു നേരത്തെ പറഞ്ഞ പോലെ അതിൻ്റെ ഒരു ഗുണമാണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഒരു മീറ്ററിൻ്റെ പാട്ട് എഴുതുമ്പോൾ അത് എന്ത് വേണം, പാട്ട് ബെസ്റ്റായിട്ട് സൗണ്ട് ചെയ്യാൻ. ഞാൻ എപ്പോഴും മ്യൂസിക് ഡയറക്ടറിൻ്റെ ട്യൂണിൽ നിന്ന് ഭയങ്കരമായിട്ട് ഇൻസ്പയർ ആയിട്ട് പാട്ട് എഴുതുന്ന ഒരാളാണ്. പലപ്പോഴും ആ ട്യൂൺ റിപ്പീറ്റഡ്ലി കേൾക്കുമ്പോൾ ട്യൂണിൽ തന്നെ എന്തെങ്കിലും വാക്കുകൾ ഹിഡൻ ആയിട്ട് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നാറുണ്ട്. ഇപ്പോൾ ആരാധികയുടെ മറ്റേ അനുപല്ലവി ആദ്യം കേട്ടിട്ട് ആ ആ സാധനമുണ്ട്, പിടയുന്ന എൻ്റെ ജീവനിൽ, അത് ആ ട്യൂണ് തന്നെ വീണ്ടും കേട്ടപ്പോൾ എനിക്കെന്തോ അതിൽ നിന്ന് ആ വരികൾ, ഒളിഞ്ഞിരിക്കുന്ന വരികൾ കണ്ടെത്തുന്ന പോലെയായിരുന്നു. ട്യൂണ് തന്നെ പലപ്പോഴും നമ്മളോട് പറയും എന്ത് എഴുതണം, എങ്ങനെ പോകണം. ഈ അപ്പോൾ ട്യൂൺ കേട്ടിട്ട് തന്നെയാണോ എല്ലാ പാട്ടുകളും ഇപ്പോ? എൻ്റെ ഒരു 99% സോങ്സും ട്യൂണാണ് ആദ്യം കമ്പോസ് ചെയ്യുന്നത് അല്ലേ? അല്ലാണ്ട് ലിറിക്സ് എഴുതിയിട്ട് പാട്ട് കമ്പോസ് ചെയ്ത പാട്ട് ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ കംപ്ലീറ്റ്ലി ഇല്ല. ചിലപ്പോൾ ഹൈബ്രിഡ് ആയിട്ട് ഒരുമിച്ചിരുന്ന് വർക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരു പല്ലവിയിലെ 3 ലൈൻ അങ്ങോട്ട് എഴുതും. ചിലപ്പോൾ ഈ ചില വാക്കുകൾ, ഫ്രൈസൊക്കെ ചിലപ്പോൾ ആദ്യം അങ്ങോട്ട്, ഇപ്പോൾ ആത്മാവേ പോ എന്ന് പറഞ്ഞാൽ ആ വാക്ക് അങ്ങോട്ട് കൊടുത്തപ്പോൾ ആണ് ആ പാട്ട് തുടങ്ങിയത്. സുഷിൻ ഈ വാക്കും എന്തെങ്കിലും ഒരു വാക്ക് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ജിത്തുവും സുഷിനും ഉണ്ട്. ഞങ്ങളിരുന്ന് ഇങ്ങനെ ബ്രെയിൻ സ്റ്റോം ചെയ്തു. സിനിമയുടെ സിറ്റുവേഷൻ ഷൂട്ട് കഴിഞ്ഞാൽ അപ്പോൾ സീൻസ് കണ്ടു. അപ്പോൾ ഇങ്ങനെ ആത്മാവേ വാന്ന് വിളിക്കുന്നുണ്ട്. അപ്പോൾ ആത്മാവേ പോ എന്നായാലും എങ്ങനെ ഉണ്ടാവും എന്ന് ചോദിച്ചപ്പോൾ സുഷിൻ പെട്ടെന്ന് സ്റ്റുഡിയോയ്ക്കകത്ത് കയറി പോയിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ ട്യൂൺ ആത്മാവേ പോ അത് കമ്പോസ് ചെയ്തുകൊണ്ട് തിരിച്ചു വന്നു. പിന്നെയാണ് സുഷിൻ ബാക്കി ലൈൻസ് കമ്പോസ് ചെയ്യുന്നു, ബാക്കി ലൈൻസ് എഴുതുന്നു. അപ്പോൾ അങ്ങനെ ഒരു വേർഡിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഗിവ് ആൻഡ് ടേക്ക് നടത്തിയിട്ടുണ്ടല്ലോ. അതൊരു കംപ്ലീറ്റ്ലി ഒരു സോങ് എഴുതിയിട്ട് പിന്നെ ട്യൂൺ ചെയ്തിട്ട് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. ആക്ച്വലി ഇത് ഭയങ്കര കംഫർട്ടബിൾ ആയി ഇപ്പോൾ ട്യൂണ് കിട്ടിയിട്ട് പാട്ട് എഴുതുന്നത്. അപ്പൊ നമുക്ക് അറിയാം അല്ലെ എന്തോ ആണ്, എവിടെയാണ്. അതിൻ്റെ ഒരു വേറൊരു അപ്ലൈഡ് ആർട്ട് ഫോമായി മാറിയത്. ഒരു കവിത എഴുത്തിൻ്റെ അപ്പുറത്തേക്ക് വേറെ ഒരു ക്രാഫ്റ്റ്സ്മാൻഷിപ്പ് പോലത്തെ ഒരു പക്ഷെ സംഭവം. അതൊരു കേജ് ചെയ്യുന്ന മാതിരി തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? റെയർലി അത് സിറ്റുവേഷൻ. ഈ മലയാള ഭാഷയിൽ എഴുതാൻ പറ്റത്തില്ല. ഇപ്പോൾ ഒരു പബ് സോങ് വേണമെന്നൊക്കെ പറഞ്ഞു വരുമ്പോഴേ മലയാളത്തിൽ എന്ത് പബ് സോങ്, അതായത് നമ്മൾ പബ്ബിൽ പോകുമ്പോൾ എത്ര മലയാളം പാട്ട് കേൾക്കുന്നുണ്ട് റിയാലിറ്റിയിൽ. അപ്പോൾ ഇംഗ്ലീഷൊക്കെ മിക്സ് ചെയ്ത് മലയാളത്തിൽ എഴുതാൻ ഭയങ്കര പാടാണ്. ഡബിങ് സോങ് മാതിരിയൊക്കെ ഇരിക്കാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ ബേസിക്കലി നമ്മുടെ ലാംഗ്വേജ് കാലത്തിനൊത്ത് അപ്ഡേറ്റഡ് ആയിട്ടില്ല മലയാളത്തിൽ. തമിഴിലൊക്കെ ഉണ്ട്. തമിഴിൽ ഇപ്പോൾ ഈ ഫോണിന് കൈ പേസ് ചെയ്യുന്ന പറയുന്നത്.
അല്ലെങ്കിൽ വൈഫൈക്ക് വാക്കുണ്ട്, അങ്ങനെ ഇങ്ങനെ വാക്കുണ്ട്. അപ്പം നമ്മൾ ശരിക്കും ഇപ്പോഴത്തെ ഇപ്പോൾ ഒരു ലവ് സോങ് ആണെങ്കിൽ തന്നെ ഇപ്പോഴത്തെ ആൾക്കാർ മറ്റേ ഞാൻ സ്ഥിരം മറ്റേ മുമ്പത്തെ ഒരു ഇൻ്റർവ്യൂവിലും പറഞ്ഞിട്ടുള്ള സെയിം സാധനമാണ്. അതായത് മറ്റേ അല്ലിയാമ്പൽ കടവിൽ കൊതുമ്പ് വെള്ളം തുഴഞ്ഞുകൊണ്ട് പോകുന്ന കാമുകനും കാമുകി അല്ലല്ലോ ഇപ്പോൾ ഉള്ളത്. ഒരു ഡ്രൈവിന് പോകുന്നവരാണ്, ടെക്സ്റ്റ് ചെയ്യുന്നവരാണ്, മോളിൽ പോകുന്നവരോ അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെ അതിനെയൊക്കെ അഡ്രസ്സ് ചെയ്യാൻ വളരെ ഓണസ്റ്റായിട്ട് ഡയറക്റ്റ്ലി അഡ്രസ്സ് ചെയ്യാൻ നമുക്ക് പാട്ടിൽ പറ്റാറില്ല. മ്യൂസിക് പുതിയ കാലത്തിന്റെ 2024 മ്യൂസിക് വരുമ്പോഴും ലിറിക്കലി നമ്മൾ കുറച്ച് റെസ്ട്രിക്റ്റഡ് ആവും ചിലപ്പോൾ ഭാഷ ഒരു കമ്പാരിസൺ കണക്ഷൻ വേണ്ടി, അതായത് ഇതിനെ പോലുള്ള അതായത് പൂവിനെ പോലെ സുന്ദരമായ അല്ലെങ്കിൽ കാറ്റിനെ ആ ഒരു കണക്ഷൻ ഇൻഡയറക്ട്ലി പറയുന്ന പൊയറ്റിക്സ് ആവേണ്ട സോങ്ങുകളിൽ അത് ഓക്കെയാണ്. ചിലപ്പോൾ ചില സോങ്ങുകളിൽ അങ്ങനെ ആവാതെ ഡയറക്ട്ലി പറയണം തോന്നും. പക്ഷെ അന്നേരം ഈ പറഞ്ഞ വളഞ്ഞു മൂക്ക് പിടിക്കേണ്ട സാധനം ചെയ്യേണ്ടി വരും ബിക്കോസ് ഓഫ് ദ റെസ്ട്രിക്ഷൻസ് ലാംഗ്വേജിന്റെ. അപ്പം മാത്രമേ ചെറിയൊരു ഇതുള്ളൂ. ഡബ് ചെയ്ത പാട്ടുകൾ ചെയ്തിട്ടുണ്ട്. ചെയ്തിട്ടുണ്ട്. ഇപ്പൊ സീതാരാമത്തില് സിനിമകളിൽ ഇപ്പൊ ചെയ്തിട്ടുണ്ട്, മാമന്നൻ. അതിലേക്ക് ഞാൻ വരുമായിരുന്നു. യെസ്, അതായത് ഞാൻ കുറച്ച് പാട്ടുകൾ പറയും, അപ്പം അതിന്റെ ക്വിക്ക് ഓർമ്മകള്. സീതാരാമ ആയിക്കോട്ടെ സ്റ്റാർട്ടിങ്. അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ആരോമൽ പൂ പോലെ എന്നുള്ള പാട്ടാണ്. അപ്പൊ അതിന്റെ ക്വിക്ക് ഓർമ്മ ഈ മൃണാൾ ഠാക്കൂറിനെ ഭയങ്കര ഇഷ്ടമാണ് കാണാൻ. അപ്പൊ പുള്ളിക്കാരി വർണ്ണിക്കുന്ന പാട്ടാണല്ലോ, എളുപ്പത്തിൽ പരിപാടി തീർന്നു, പെട്ടെന്ന് തീർന്നു. ഓക്കെ, ഗപ്പിയിലെ തനിയെ ആക്ച്വലി അതിന്റെ നല്ല ഓർമ്മകൾ വരുന്നത് ആ പാട്ട് ഇറങ്ങി കുറെ മാസങ്ങൾക്ക് ശേഷമാണ്. കാരണം സിനിമ ഇറങ്ങിയപ്പോഴോ അത്രയും ശ്രദ്ധിക്കപ്പെട്ടിരുന്നില്ല. അതിനുശേഷം പെട്ടെന്ന് എൻ്റെ ഒരു ഔട്ട് ഓഫ് ദ ബ്ലൂ എന്ന് പറയുന്ന പോലെ പെട്ടെന്ന് റാൻഡംലി എൻ്റെ മറ്റേ മെസ്സേജസിൽ ഇൻബോക്സിലൊക്കെ ഒരുപാട് പേര് ഇത് അവരുടെ ലൈഫിനെ ബാധിക്കുന്ന സോങ്, അവർക്ക് സന്തോഷം വരുമ്പോൾ കേൾക്കുന്ന പാട്ട്, സങ്കടം വരുമ്പോൾ കേൾക്കുന്ന പാട്ട് എന്ന് പറയുന്നത്. അപ്പം മോദൻ ആ പാട്ട് എഴുതിയ ഓർമ്മകളുണ്ട്. അതിനേക്കാളും പെട്ടെന്ന് ഓർമ്മ വരുന്നത് ഞാൻ പോലും അറിയാതെ ഒരുപാട് പേരുടെ ലൈവ്സ് ഈ പാട്ട് ടച്ച് ചെയ്തു എന്ന് പറയുന്നത് എന്തോ അത് ലിറിസിസ്റ്റുകൾക്ക് കിട്ടുന്ന ഒരു ഭയങ്കര വലിയൊരു ബ്ലെസ്സിങ് ആണ്. കാരണം നിങ്ങൾ എഴുതുന്ന വരികൾ നിങ്ങൾ പോലും അറിയാണ്ട് ഒരുപാട് പേര് റിലേറ്റ് ചെയ്യും. ഇന്റൻഷനിലല്ല, സത്യയോട് ഇന്റൻഷനല്ല. ഞാൻ ശരിക്കും ആ കഥാപാത്രത്തിനെ ആ സിനിമയുടെ സ്ക്രിപ്റ്റും ഒക്കെ മനസ്സിൽ വെച്ച് എഴുതിയതാണ്. പക്ഷെ ഇത് അതിൻ്റെയൊക്കെ അപ്പുറത്തേക്ക് ഈ പാട്ട് വളരുമെന്ന് ഒരുപാട് പേര് വളരെ ഇമോഷണലായിട്ട്. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഇങ്ങനെ റിയാക്ട് ചെയ്യണം ഭയങ്കര ഓക്കോർഡാണ്. എനിക്ക് ഇങ്ങനെ ഇമോഷണലി ആൾക്കാർ വരുന്ന പറയുമ്പോൾ റിയാക്ട് ചെയ്യാൻ അറിയില്ല. അപ്പോൾ ബേസിക്കലി എൻ്റെ കയ്യിലുള്ള കാര്യമല്ല, ഇൻറ്റൻഷനലി ചെയ്തതല്ല. അപ്പോൾ എന്തോ ദൈവം എങ്ങനെയോ അത് നമ്മളെ നിമിത്തമാക്കി എന്ന് മാത്രമേ ആലോചിക്കാറുള്ളൂ. ഉയരിൻ നദിയെ മായനദി, ഉയരിൻ നദിയെ ശ്യാം പുഷ്കരൻ, ശ്യാമേട്ടൻ ആക്ച്വലി ഞാൻ അങ്ങോട്ട് വളരെയധികം മെസ്സേജൊക്കെ അയച്ച് ശല്യപ്പെടുത്താറുണ്ട് സിനിമ കാണുമ്പോൾ എനിക്ക് ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു പടത്തിൽ വർക്ക് ചെയ്യാടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്കൊന്ന് അപ്പോൾ ആദ്യം ഏതോ ഒരു സിനിമ വന്നു, മഹേഷിൻ്റെ പ്രതികാരം ഏതോ ഒന്ന്. അപ്പോൾ അതിൽ നടന്നില്ല, വേറെ ഏതോ നടന്നില്ല. അവസാനം ഞങ്ങൾ നല്ല നടക്കുമെന്ന് ഇങ്ങനെ വിചാരിച്ചിരിക്കുന്ന സമയത്ത് യോബിൽ ഞാൻ വർക്ക് ചെയ്തിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ ആദ്യം വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിനുശേഷം ഒരു ദിവസം ചെന്നൈയിലുണ്ട് ഞങ്ങൾ, ആഷിക്കേട്ടനും ശ്യാമേട്ടനും. അപ്പോൾ വരാമോ എന്ന് ചോദിച്ചു. അപ്പോൾ അങ്ങനെ പോയപ്പോഴത്തേക്ക് എനിക്ക് അന്ന് അവിടെ ഇരുന്ന് ഫുൾ കഥ പറഞ്ഞു തന്നു. ആ ഓർമ്മയാണ് എനിക്ക് ആദ്യം വരുന്നത്. ആ കഥ കേട്ടിട്ട് ഞാൻ പോയിട്ട് എഴുതിയ പാട്ടാണ് ഈ ഉയരൻ നദിയെ. അത് ആക്ച്വലി ഒരു ലവ് സോങ് ആയിട്ട് എഴുതിയൊന്നും അല്ല, പിന്നീട് അവരത് ലവ് സോങ് ആക്കി സിനിമയിൽ ഇട്ടതാണ്. ഞാൻ ആ സിനിമയുടെ ഒരു തീം സോങ് എന്ന രീതിക്ക് എഴുതിയതാണ്. മായാനദി എന്നുള്ള നദിയുടെ ഒരു ഇമേജറിയൊക്കെ വെച്ചിട്ട് എഴുതിയതാണ്. പിന്നീട് ലവ് സോങ് വന്നപ്പോൾ അവർ പറഞ്ഞു ഇനി വേറൊന്നും എഴുതണ്ട, ഇത് തന്നെ കീപ്പ് ചെയ്യാം എന്ന് പറഞ്ഞ് യൂസ് ചെയ്തതാണ്. ആരാധിക രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ആ ട്യൂണ് കേട്ടപ്പോൾ തന്നെ അത് ഹിറ്റാവുമെന്ന് എനിക്കറിയായിരുന്നു. ലിറിക്സ് ഒന്നും എഴുതുന്നതിന് മുമ്പ് തന്നെ ആ പാട്ട് ഹിറ്റാണ്. അപ്പൊ ഈ ട്യൂണിന് ഇനി എന്ത് ചെയ്ത് എലിവേറ്റ് ചെയ്യാം എന്നുള്ള ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത്ര ഇമോഷണൽ. ആരാധിക എന്ന് പറഞ്ഞ വാക്ക് എന്തായിരുന്നു അതിന്റെ ഒരു പിന്നിലുള്ള? അത് ബേസിക്കലി അഗൈൻ ഈ ക്യാരക്ടേഴ്സിലേക്ക് ഇറങ്ങിയിട്ട് ചെയ്ത് തന്നെയാണ്. ഈ പറഞ്ഞ അമ്പിളി എന്ന് പറഞ്ഞ സൗബിൻ ചെയ്ത ക്യാരക്ടറിന് ബാക്കി നാട്ടുകാർ നോക്കിക്കാണുന്ന രീതിയിലല്ല ഈ റീന എന്ന് പറഞ്ഞ കുട്ടി ഇയാളുടെ ഒരു ഫാനാണ്. അപ്പോൾ ഇവള് അയാളെ നോക്കിക്കാണുന്ന ആരാധനയോടാണ്. അപ്പം അങ്ങനെയൊക്കെ കണക്ട് ചെയ്താണ് ആ വാക്ക് എഴുതിയത്. പിന്നെ ആ വാക്ക് കാരണം ശരിക്കും ഒരുപാട് ഗുണം ആ പാട്ടിന് കിട്ടിയ എന്തോ. ഞാൻ കൺഫ്യൂസ് ആയിരുന്നു. ഞാൻ ജോണേട്ടൻ്റെ അടുത്ത് ഈ വേറെ എന്തോ ഓപ്ഷൻ പറഞ്ഞു, എന്നിട്ട് ഇത് പറഞ്ഞപ്പോൾ ഇത് മതിയടാ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ജോണേട്ടൻ്റെ ഒരു ധൈര്യത്തിലാണ് ആ വാക്ക് ഫിക്സ് ചെയ്തത്.